ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു? ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ അല്ലേ? ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ. എ ഓഫ് ലാംഡ ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ്. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? സൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ബി ഓഫ് ലാംഡ ആകും. വേറെ ഒരു മാറ്റം, ഇതേപോലെ തന്നെയാണ് ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ സൈൻ ആണ്, അവിടെ സൈൻ ലാംഡ എക്സ്, ഇവിടെ കൊസൈൻ ആയതുകൊണ്ട് കോസ് ലാംഡ എക്സ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ലാംഡ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഫൈൻഡ് ചെയ്യാൻ പറയും. ഫൊറിയർ കൊസൈൻ എന്ന് പറയില്ല, സൈൻ എന്ന് പറയില്ല, ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്. എല്ലാം കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ലാംഡ 0 ആയിരിക്കും. അതെന്തിൻ്റെയാണ്? ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ എ ഓഫ് ലാംഡ 0 ആയിരിക്കും. കൊസൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബി ഓഫ് ലാംഡ 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ നോക്കി ഫൊറിയർ ഇൻ്റഗ്രലിന് മാത്രമേ തരുള്ളൂ. അപ്പം നിങ്ങൾ ഏത് ഫൈൻഡ് ചെയ്യണം? ഫൊറിയർ കൊസൈൻ വെച്ചിട്ടാണോ ഫൊറിയർ സൈൻ വെച്ചിട്ടാണോ ചെയ്യാതെ നോക്കണം. അതെങ്ങനെ നോക്കുന്നേ? എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ലാംഡ 0 ആണ്. അപ്പോൾ മനസ്സിലായി, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി അടുത്ത എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നില്ലേ? ആ ഒരു നോട്ട് കുറച്ച് പറയാൻ വിട്ടുപോയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എ ഓഫ് ലാംഡ 0 ആയിരിക്കും. നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഈസി ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. നോക്കിയെല്ലാവരും നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ. ഫൈൻഡ് ഫൊറിയർ കൊസൈൻ എന്താണ്? ഇൻ്റഗ്രൽ അല്ലേ? ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് ഫൈൻഡ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin x if 0 less than x less than pi. എന്താണ്? sin x if 0 less than x less than pi, 0 if x greater than pi. പ്രത്യേകം പറയുന്നുണ്ട് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തുകൂടെ? വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ക്ലിയർ ആണല്ലോ. വേറെ എ ഓഫ് ലാംഡ ഈക്വൽ ടു എന്താണ്? 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് കൊടുക്കുന്നു. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇത്ര നമ്മൾ പറഞ്ഞ എ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. നോക്കിയേ, സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ്. ഇവിടം വരെ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ഇവിടുത്തെ ലിമിറ്റ് നോക്കിയേ, 0 to π പൈ ടു ഇൻഫിനിറ്റി ആണ് അല്ലേ? 0 to ഇൻഫിനിറ്റി ആണ്. അതിനകത്ത് 0 to π ഉണ്ട്, പൈ ടു ഇൻഫിനിറ്റി. പക്ഷേ പൈ ടു ഇൻഫിനിറ്റി വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. 0 to π വരെ ആണെങ്കിൽ സൈൻ എക്സും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുത്തെ ലിമിറ്റ് എന്തായി മാറും? 2/π ഇൻറ്റു ഇൻ്റഗ്രൽ എന്തായി മാറും? 0 to π 1/2. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 0 to π സൈൻ എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഇവിടം വരെ ഓക്കെ ആണല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? സൈൻ എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ഏത് മോഡലിലായിരിക്കുന്നത്? സൈൻ എ കോസ് ബി. ഇത് ഏത് മോഡലാണ്? സൈൻ എ കോസ് ബി. എന്താണ് സൈൻ എ കോസ് ബി? നോക്കാം. സൈൻ എ കോസ് ബി എന്താണ്? സൈൻ എ കോസ് ബി 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. എല്ലാവരും കണ്ടല്ലോ ഇക്വേഷൻ. 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഇവിടെ എക്സ് ആണ്, ബി ഇവിടെ ലാംഡ എക്സ് ആണ്. കൊടുത്ത് എഴുതിക്കൂടെ അടുത്ത സ്റ്റെപ്പിൽ? ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/π ഇൻറ്റു 1/2 ആണ് കേട്ടോ. 2/π ഉണ്ട്. ഇൻ്റഗ്രലിനകത്ത് എന്താണ്? 1/2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് ലാംഡ എക്സ് പ്ലസ് സൈൻ ഓഫ്
എക്സ് മൈനസ് ലാംഡ എക്സ്. ഇവിടം വരെ ക്ലിയർ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണോ? ഡി എക്സ്. ഈ 1/2 എല്ലാത്തിനുണ്ട്. ഈ 1/2 വെളിയിൽ പോകുമ്പോൾ ഈ 2 ഈ 2 ക്യാൻസൽ ആയി പോയേ, ബാക്കി 1/π ആയി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ബാക്കി 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ദിസ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് എക്സ് കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് ലാംഡ പ്ലസ് എന്താ, ഒരു എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് ലാംഡ. ക്ലിയർ ആണല്ലോ? ഡി എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്തുകൂടെ? എങ്ങനെ ഇൻ്റഗ്രേറ്റിൻ്റെ ആൻസർ വരുന്നത്? 1/π എന്താ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ? മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലാംഡ. ഇവിടെ എന്താ? 1 പ്ലസ് ലാംഡ. ക്ലിയർ അല്ലേ? മൈനസ് എന്താ ഇവിടെ വരുന്നത്? കോസ് ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എന്താ? 1 മൈനസ് ലാംഡ ടു ദ ലിമിറ്റ് 0 to π. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത സ്റ്റെപ്പിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് എഴുതാം. ക്ലിയർ ആണോ? അപ്പർ ലിമിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പൈ കൊടുത്ത് എഴുതും. എക്സിൻ്റെ സ്ഥാനത്ത് പൈ കൊടുത്ത് എഴുതാം. എന്താ പൈ കൊടുത്ത് എഴുതുമ്പോൾ കിട്ടുന്നത്? 1/π ഇൻറ്റു മൈനസ് കോസ് എന്താ? പൈ ഇൻറ്റു 1 പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലാംഡ. പിന്നെ എന്താ വരുന്നത്? മൈനസ് കോസ് 1 മൈനസ് ലാംഡ ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ. എക്സിനാണ് പൈ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്താവും? 0 കൊടുക്കും. രണ്ടും കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വാല്യൂ ഉണ്ട്. കോസ് 0 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 1/1 പ്ലസ് ലാംഡ. പിന്നെന്താ? അപ്പർ ലിമിറ്റ് മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തായിരുന്നു. ഇനി എന്താ? ഇത് മൈനസ്, ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ഇതിനെങ്ങനെ ചെയ്യുന്നത്? എക്സിന് ആൻസർ കൊടുക്കുമ്പോഴത്തേക്കും 1/1 മൈനസ് ലാംഡ. ഇവിടെ വരെ ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? പൈനെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? മൈനസ് കോസ് പൈ പ്ലസ് പൈ ലാംഡ ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ മൈനസ് കോസ് ഓഫ് പൈ മൈനസ് പൈ ലാംഡ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ മൈനസ് ഓഫ് 1/1 പ്ലസ് ലാംഡ മൈനസ് 1/1 മൈനസ് ലാംഡ. ഇവിടെ വരെ ഓക്കെ ആണ്. ഈ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ എന്താ? മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ എഴുതാം? നമുക്ക് പ്ലസ് എഴുതാം. ഇവിടെ ഇനിയൊരു മൈനസ് കൊണ്ട് ഇവിടെ രണ്ടും പ്ലസ് ആവില്ലേ? ക്ലിയർ അല്ലേ? മൈനസ് ആകാം. രണ്ടും മൈനസ് ആയിരുന്നു, മൈനസ് അകത്തോട്ട് രണ്ടും പ്ലസ് ആയി. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയില്ലേ? കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ ഒരു ഫോം അല്ലേ? എന്താണ്? കോസ് ഓഫ് പൈ പ്ലസ് തീറ്റയ്ക്ക് ഒരു എ കൊടുക്കാം. പൈ പ്ലസ് എ എന്താ? മൈനസ് കോസ് എ. ക്ലിയർ ആണോ? കോസ് ഓഫ് പൈ പ്ലസ് എയും മൈനസ് കോസ് എ ആണ്. അതേപോലെ കോസ് ഓഫ് പൈ മൈനസ് എയും എന്ത് തന്നെയാണ്? മൈനസ് കോസ് എ തന്നെയാണ്. അപ്പോൾ ഇവിടെ വേണ്ട എന്താണ്? പൈ പ്ലസ് എ വേണം, പൈ മൈനസ് എയും വേണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നോക്കി 1/π ഇൻറ്റു എന്താ വരുന്നത്? ഇവിടെ പൈ പ്ലസ് പൈ ലാംഡ എന്തായിരുന്നു? പൈ പ്ലസ് പൈ ലാംഡ എന്താ? കോസ് പൈ ലാംഡ മൈനസ് കോസ് പൈ ലാംഡ. അപ്പോൾ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആയി. കോസ് പൈ ലാംഡ എന്ന് കിട്ടും ഇവിടെ. ക്ലിയർ ആണല്ലോ? ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് ആൾറെഡി ഉണ്ട്. കോസ് ഓഫ് പൈ മൈനസ് പൈ ലാംഡ എന്ത് തന്നെയാണ്? മൈനസ് കോസ് എ, അതായത് മൈനസ് കോസ് പൈ ലാംഡ. ആൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി പ്ലസ് ആയി. കോസ് പൈ ലാംഡ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ. ഇനി എന്താ ബാക്കിയുള്ളത്? അതേപോലെ എഴുതിക്കൂടെ എനിക്ക്? റിസൾട്ട് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്, എളുപ്പമാണ്. ഇപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കിക്കേ, ഈ രണ്ട് ടൈമിൽ എന്തുണ്ട്? കോസ് പൈ ലാംഡ കോമൺ ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ 1/π ഇൻറ്റു കോസ് പൈ ലാംഡ ഇൻറ്റു എന്താ വരുന്നത്? 1/1 പ്ലസ് ലാംഡ പ്ലസ് 1/1 മൈനസ് ലാംഡ. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താ? പ്ലസ് 1/1 പ്ലസ് ലാംഡ പ്ലസ് 1/1 പ്ലസ് ലാംഡ 1 മൈനസ് ലാംഡ. അത്രയും ക്ലിയർ ആണല്ലോ? ഇത് ഇവിടെ ഇതേപോലെ എഴുതി ഒരു കോസ് പൈ ലാംഡ കോമൺ എടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നോക്കി രണ്ട് ടേമിൽ എന്താ കോമൺ ഉള്ളത്? നോക്കിക്കേ, എല്ലായിടത്തും എന്താണ് ഒരു കോമൺ ഉള്ള കാര്യം? ദിസ് ഫംഗ്ഷൻ ഒരു 1 പ്ലസ് 1/1 പ്ലസ് ലാംഡയും ഒരു 1/1 മൈനസ് ലാംഡയും കോമൺ ഉണ്ട് അല്ലേ? രണ്ട് സ്ഥലത്തും ഇവിടെ ഇല്ലേ? അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? ഇത് കോമൺ എടുത്തൂടെ? അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ വരും? 1/π ഇൻറ്റു ഇത് രണ്ടും കോമൺ എടുക്കുമ്പോൾ 1/1 പ്ലസ് ലാംഡ പ്ലസ് 1/1 മൈനസ് ലാംഡ. പിന്നെന്താ ബ്രാക്കറ്റിലുള്ള ഏതാ ഇനി ബാക്കിയുള്ളത്? കോസ് പൈ ലാംഡ പ്ലസ് 1. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ നോക്കിക്കുകയും ഈ ടൈം ഇങ്ങനെ കിട്ടും. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ നോക്കി ഇത് കിട്ടും. അതേപോലെ ഇതുകൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ കിട്ടുന്നേ. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എങ്ങനെ ചെയ്യുന്നേ? ഇനി ഈസിയാണ്. എങ്ങനെ ഈസി എന്ന് പറയുന്നത്? എന്താ വരുന്നത്? ഇതിൻ്റെ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം എനിക്ക്? നോക്കിക്കേ, ഇതെന്താ വരുന്നത്? 1/π ഇൻറ്റു എന്തായിരുന്നു? കോസ് പൈ പ്ലസ് ലാംഡ പ്ലസ് 1 ആണ്. ഇനി എന്താണ് ഇവിടെ വന്നേക്കുന്നത്? 1/1 പ്ലസ് ലാംഡയും പ്ലസ് 1/1 മൈനസ് ലാംഡയും ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, 2 ഇൻറ്റു
കോസ് പൈ ലാംഡ പ്ലസ് 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് എഴുതാം. അതെങ്ങനെയാണ് വന്നേ മനസ്സിലായോ? എങ്ങനെയാണ് വന്നേ നോക്കിക്കേ, ഇതെങ്ങനെയാണ് വന്നേ ഇങ്ങനെ എഴുതിയത്? 2 ബൈ എന്നൊക്കെ, 2 ബൈ പൈ ഇൻറ്റു നോക്കിയെല്ലാവരും ഇതെങ്ങനെ 2 ഇൻറ്റു വന്നേ? നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്താൽ മതി. ഇത് ക്രോസ് ചെയ്ത് നോക്കി എന്താ കിട്ടുന്നത്? 1 പ്ലസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ എന്താ? 1 മൈനസ് ലാംഡ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ എന്ത് വരും? 1 മൈനസ് ലാംഡ, പിന്നെന്താ വരുന്നേ? പ്ലസ് 1 പ്ലസ് ലാംഡ. ഈ രണ്ടും പോയി ബാക്കി 2 ബൈ വരൂലേ? ആ 2 ആണ് മുമ്പോട്ട് എഴുതിയിരിക്കുന്നത്. 2 ഇൻറ്റു കോസ് പൈ ലാംഡ പ്ലസ് 1 പിന്നെന്താ? ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ. എന്താണ്? 1 മൈനസ് ലാംഡ സ്ക്വയർ. ക്ലിയർ ആണോ? 1 മൈനസ് ലാംഡ ദ ഹോൾ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് അത്? 1 മൈനസ് ലാംഡ ദ ഹോൾ സ്ക്വയർ എങ്ങനെ വന്നേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? ഹോൾ സ്ക്വയർ അല്ല, 1 സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ? 1 സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ലാംഡ സ്ക്വയർ. സ്ക്വയർ വെളിയല്ല, അകത്താണ് കേട്ടോ, ലാംഡയുടെ അകത്താണ് കേട്ടോ. ഇവിടെ ഓക്കെ ആണല്ലോ. ഇനി എന്താ? നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് വരും? എനിക്ക് ആൻസർ, ഫൈനൽ ആൻസർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ലാംഡയ്ക്ക് പകരം 2 ബൈ പൈ ഇൻറ്റു കോസ് പൈ ലാംഡ പ്ലസ് 1 ഡിവൈഡഡ് ബൈ പൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. പൈ നമ്മൾ മുകളിലോട്ട് എടുത്തല്ലോ, ഇങ്ങോട്ട് എടുത്തല്ലോ, അപ്പം അതില്ല കേട്ടോ. ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ 2 ബൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയിലെടുത്തു. 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ത് വരും? കോസ് പൈ ലാംഡ പ്ലസ് 1 ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഈസിയാണ്. ജസ്റ്റ് ഈ റിസൾട്ടൊക്കെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എല്ലാവരും. യൂസിങ് ഫോറിയർ ഇൻ്റഗ്രൽ ഷോ ദാറ്റ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ലാംഡ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ റേസ് ടു 4 പ്ലസ് 4 ഡി ലാംഡ. ഇതാണ് എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാനുള്ളത്. എന്താണ്? ഷോ ദാറ്റ് ഇത് ഇസ് ഈക്വൽ ടു ഇതാണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ നമുക്കറിയാം എന്താണ് ഇത്, ഏത് ഫോമില, ഇത് എങ്ങനെയാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നോക്കി, ഇത് നോക്കി, ലാംഡ ബൈ ഒരു ഫോമാണ്. എന്താണ്? നമുക്കറിയാം എന്തായിരുന്നു കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ? എ ഓഫ് ലാംഡ സം എ ഓഫ് ലാംഡ ഇൻറ്റു എന്തായിരുന്നു? കോസ് ലാംഡ എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താ? എ ഓഫ് ലാംഡ ഫോം അല്ലേ? കാരണം ഫുൾ ലാംഡയിലാണ്. ഇനിയുള്ളത് കോസ് ലാംഡ എക്സ് ആണ്. കോസ് ലാംഡ എക്സ് ആണെങ്കിൽ എന്താണത്? കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ലാംഡ എക്സ് ആണെങ്കിലോ സൈൻ ഇൻ്റഗ്രൽ. ഇപ്പോൾ നോക്കണം, നല്ലോണം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കൊസൈൻ ഇൻ്റഗ്രൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതി. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഇനി വേറെ എ ഓഫ് ലാംഡ ഈക്വൽ ടു 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഇവിടം വരെ ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ്. ക്ലിയർ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇവിടെ നോക്കി, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയേ. ഈ രണ്ട് കാര്യങ്ങൾ കോസ് എക്സ് കോസ് ലാംഡ എക്സും കൂടെ അത് നമ്മൾ എനിക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇക്വേഷൻ എഴുതി കൂടെ. എന്താ? നമ്മുടെ കോസ് എ കോസ് ബിയുടെ ഇക്വേഷൻ എന്താ? ഇ റേസ് ടു മൈനസ് എക്സ് വെളിയിലിട്ടു. ഇതിനെ രണ്ടിനെയും കൂടി സെപ്പറേറ്റ് എങ്ങനെയാക്കി? കോസ് എ കോസ് ബി. അതെന്തായിരുന്നു ഇക്വേഷൻ? 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി. എക്സ് പ്ലസ് ലാംഡ എക്സിനെയാണ് 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതിക്കണം. 1 ഇൻറ്റു എക്സ് എക്സ് തന്നെയാണ്. ലാംഡ ഇൻറ്റു എക്സ് എക്സ് ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്ത് ചെയ്തു? എക്സ് കോമൺ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. അടുത്ത എന്താ? പ്ലസ് എന്തായിരുന്നു? കോസ് എക്സ് മൈനസ് ലാംഡ എക്സ്. എക്സ് കോമൺ എടുത്താൽ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ക്ലിയർ ആണല്ലോ? ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇവിടം വരെ ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്തു? 1 ബൈ പൈ ഇൻറ്റു എങ്ങനെ വന്നാൽ ഈ 1/2 വെളിയിലെടുക്കുമ്പോൾ ഈ 2ഉം എന്ത് ചെയ്തു? ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 1 ബൈ പൈ ഇൻറ്റു എന്താ? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് 1 പ്ലസ് ലാംഡ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് കോസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഡി എക്സ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്? നോക്കിയേ, ഇ റേസ് ടു ഇതുകൊണ്ട് ഗുണിക്കണം അല്ലേ? എ ഇൻറ്റു ബി പ്ലസ് സി എന്താ? എ ബി പ്ലസ് എ സി അല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുന്ന ഒരു ഇൻ്റഗ്രൽ വേണം, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുന്ന ഒരു ഇൻ്റഗ്രൽ വേണം. സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ക്ലിയർ ആണല്ലോ? 1/π കോമൺ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് രണ്ടിനെയും കൂടി ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യണം. നിങ്ങൾ മാർക്ക് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിൽ 5 മാർക്കാണെങ്കിൽ നിങ്ങൾ ഇത് ഇവിടം വരെ ഓക്കെ ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
എന്താ യൂസ് ചെയ്യാനുള്ളത്? എന്ത് യൂസ് ചെയ്യണം? നിങ്ങൾക്കറിയാം e⁻⁻x cos 1 + λx ഇക്വേഷൻ ഉണ്ട്. ഏത് ഇക്വേഷനാണ്? ഏത് ഇൻ്റഗ്രലാണ്? ഇൻ്റഗ്രൽ 0 to ∞ e⁻⁻x cos bx dx. നിങ്ങളത് പറഞ്ഞ് ആ റിസൾട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഈ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ മുതൽ പഠിക്കുമല്ലേ ആ ഇക്വേഷൻ. അത് വെച്ചിട്ട് യൂസ് ചെയ്ത് ബാക്കി ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്താം. ഇവിടെ റിസൾട്ടായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് റിസൾട്ട് എഴുതിയിരിക്കുന്നത്? ഇൻ്റഗ്രൽ 0 to ∞ e⁻⁻x cos bx dx എന്ന് പറയുന്നത് എന്താണ്? a/a² + b². അതേപോലെ ഇൻ്റഗ്രൽ 0 to ∞ e⁻⁻x sin bx dx ആണെങ്കിലോ b/a² + b² ആണ്. എന്താണ്? e⁻⁻x cos bx ഇൻ്റഗ്രൽ ആണെങ്കിൽ ഉണ്ടായിരുന്നത് a/a² + b² എന്നും e⁻⁻x sin bx dx ആൻസർ ഉണ്ടായിരുന്നത് b/a² + b² എന്നായിരുന്നേ. ഇത് വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേ ഇങ്ങനെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് എന്താ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അറിയാം നമുക്ക്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് നോക്കിയെല്ലാവരും? എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? cos 1 + λ × x. cos b, അതായത് ബിയുടെ സ്ഥാനത്ത് 1 + λ ആണെന്ന് മനസ്സിലായി. പിന്നെ എയുടെ സ്ഥാനത്ത് എന്താണെന്ന് കിട്ടി? -1 ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഇവിടെ ആൻസർ എന്ത് വരും? a/a² + b². അതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. 1/π × -a ആണെങ്കിൽ e⁻⁻x അല്ലേ, അപ്പം എന്താണ്? a ആ വരുന്നത്. ഇവിടെ -1 ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് 1 വരും. ക്ലിയർ ആണോ? -1 അല്ല, ഇവിടെ -x ഫോമാണ്, -ax ആണ്. അപ്പം എന്താ വരുന്നത്? ഇവിടെ -1 × x അല്ലേ, അപ്പം a എന്താ? -a × x. അപ്പം -1 × x, a = 1 ആണ്. 1 കൊടുത്തു. 1/a² + b². 1² + b ഇവിടെ എന്താ? 1 + λ². അതേപോലെ ഇവിടെ എങ്ങനെ പറയും? ഇവിടെയും ഏത് 1 തന്നെയാണ്. 1/1 + ഇവിടെ എന്താ ഒരു മാറ്റം? ബിക്കാണ് മാറ്റം. 1 - λ ആണ് ഇവിടെ ബി. അപ്പം 1 - λ². ഓക്കെ ആണല്ലോ? നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. റിസൾട്ടാണ്. ഇത് വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 1/π × 1/1 + 1 + λ 1/1 + λ² + 1/1 + 1 - λ². ഇവിടെ സ്ക്വയർ ആണേ, 1 + λ² ആണ്. ഇനി എന്താ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ? ഇത് കഴിഞ്ഞ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കി എല്ലാവരും? ക്രോസ് ചെയ്ത് എഴുതി. നോക്കി എന്താണ്? ക്രോസ് ചെയ്ത് എഴുതി. നോക്കിയേ. 1 + 1 - λ² പ്ലസ് അടുത്തെന്താ? 1 + എന്താണ്? 1 + λ² ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. 1 നോക്കിയേ, ഇത് ഇൻറ്റു ഇതല്ലേ? 1 + 1 + λ² ഇൻറ്റു 1 + 1 - λ². ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ ആണല്ലോ? ഇവിടെ വരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ എല്ലാവരും? 1/π ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 1 - λ² ഓപ്പൺ ചെയ്തു. എന്ത് കിട്ടി? 1 - 2λ + λ² + 1. ഓക്കെ ആണല്ലോ? ഇവിടെ നീ അടുത്ത് എന്താ? 1 അതേപോലെ എഴുതി 1 + λ² എക്സ്പാൻഡ് ചെയ്തു. 1 + 2λ + λ² ഡിവൈഡഡ് ബൈ ഇത് ഞാൻ എങ്ങനെ ചെയ്തു? 1 + λ² കണ്ടോ? അത് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്ത് എഴുതി. 1 + 2λ + λ². അതേപോലെ ഇവിടെ നോക്കിക്കേ, ഈ 1 - λ² കണ്ടോ? അത് ഇവിടെ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത് എഴുതി. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇനി ഈ 1 ഉം 1 കൂടെയാണ് 2 എഴുതിയത്. 2λ ബാക്കിയെല്ലാം അതേപോലെ ഉണ്ട്. ഈ 1 ഉം ഈ 1 ഉം ചേർന്ന് 2 എഴുതി -2λ + λ². ഇവിടെ എങ്ങനെ 4 + 2λ² കിട്ടുന്നത്? -2λ + 2λ പോയി. ഇനി λ² കൂടെ 2λ². 1 + 1 2, 2 + 1 3, 3 + 1 4. അങ്ങനെയാണ് 4 + 2λ² എന്ന് കിട്ടിയത്. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ? ഇവിടെ ന്യൂമറേറ്റർ അതേപോലെ എഴുതി എന്ത് ചെയ്തു? ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്താണ്? ആദ്യം 2 × 2. ആദ്യം 2 × 2 എന്താ? 4. അടുത്ത എന്താ? 2 × -2 എന്താ? -4λ. അടുത്ത 2 × λ² + 2λ². അടുത്ത എന്താ വരുന്നത്? 2λ × 2 എന്താ? 4λ. 2λ - 2λ -4λ². അടുത്ത 2λ × λ², 2 + 2λ³. അങ്ങനെ ഇവിടെയാണെങ്കിലോ λ² × 2 2λ². ക്ലിയർ ആണോ? ഇവിടെ നോക്കി λ⁴ വന്ന് ഈ λ² × ഇത് തമ്മിലാണ് കേട്ടോ. ലാസ്റ്റ് എഴുതിയാൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞേ λ² × 2 2λ². λ² എന്താ? 2λ - 2λ³. λ² × λ², λ⁴ ഇവിടെ എഴുതി. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാം, മനസ്സിലാവുന്നതൊക്കെ. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. 2λ² നോക്കിക്കേ.
ഇവിടെ ഒരു 2 ലാംഡ സ്ക്വയർ ഉണ്ട്, 2 ലാംഡ സ്ക്വയർ രണ്ടും കൂടെ ആഡ് ചെയ്യും 4 ലാംഡ സ്ക്വയർ ആണ്. ഇവിടെ ഒരു -4 ലാംഡ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. നോക്കി ഈ ബാക്കിയുള്ളത് +2 ലാംഡ ക്യൂബ് പോയി, -2 ലാംഡ ക്യൂബ് പോയി. ബാക്കി എന്തേ ഉള്ളൂ? 4 + 2 ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ 4 + ലാംഡ റൈസ് ടു 4 ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്തു? രണ്ട്, അതായത് ഡിനോമിനേറ്ററില്ല ന്യൂമറേറ്ററിന് 2 കോമൺ എടുക്കാം. കാരണം 4ഉം 2ഉം മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ, അപ്പോൾ നമുക്ക് 2 കോമൺ എടുക്കാം. ബാക്കി എന്താ വരുന്നത്? 2/π × 2 + ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ റൈസ് ടു 4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ f(x) എന്ത് കിട്ടി? 2/π × 2 + ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ റൈസ് ടു 4 + 4 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഷോ ദാറ്റ് ചെയ്തില്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തില്ലേ? എന്താ? therefore f(x) = ഇന്റഗ്രൽ 0 to ∞. നമുക്കിപ്പോൾ കിട്ടി എന്തായിരുന്നു? a of lambda. എന്താ ഇക്വേഷൻ? a of lambda × cos lambda x d lambda അല്ലേ. അപ്പോൾ a of lambda സ്ഥാനത്ത് ദിസ് ഫംഗ്ഷൻ കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്തു f(x) = ഇതാണ്. f(x) എന്തായിട്ടാണ് എടുത്തത്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ? e⁻⁻x cos x. അതെന്താ? പ്രൂവ് ചെയ്തില്ലേ? ഷോ ദാറ്റ് പറഞ്ഞേക്കുന്നത്. തെളിയിക്കാൻ. ക്ലിയർ ആയല്ലോ? ഈസി അല്ലേ ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു.